ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പല കാര്യങ്ങൾ, ഇപ്പോൾ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞു, സ്കൂളിലൊക്കെ പോയപ്പോൾ കുറേ പേർക്കൊക്കെ പേപ്പർ കിട്ടി. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് മാർക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഫ്രണ്ട്സിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും അല്ലേ. അപ്പം ഇങ്ങനൊരു മിക്സഡ് ഇമോഷനിലാണ് എൻ്റെ കുട്ടികളെല്ലാവരും ഇരിക്കുന്നതെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ എൻ്റെ മക്കളോട് മിസ്സിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇനി നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ, അപ്പോൾ നിങ്ങളൊരു മിസ്സ് പറയാൻ പോകുന്നത് അത് നല്ല കാര്യമല്ല എന്നല്ലേ? പക്ഷെ അല്ല, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നല്ല കാര്യമാണ്. അതെങ്ങനെയാണ് മാർക്ക് കുറഞ്ഞതൊരു നല്ല കാര്യമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓണപരീക്ഷ അല്ലേ, ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങി നിങ്ങൾക്കൊരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കുറഞ്ഞത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ആണോ? യെസ്. അപ്പം ഇപ്പം മാർക്കൊന്നും കുറഞ്ഞിട്ടില്ല, നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് തന്നെ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രഡിക്ഷൻ ലൈവുകളൊക്കെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി മാർക്ക് വാങ്ങിച്ചവരായിരിക്കും അല്ല, അങ്ങനെ എന്തെങ്കിലും തെറ്റായ രീതിയിലൂടെ അല്ലെങ്കിൽ ഒരു നല്ല കോൺസെപ്റ്റ് ലേണിങ്ങിലൂടെ അല്ല നിങ്ങൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ മിസ്സ് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ മാർക്ക് കുറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള ജേർണി, അതായത് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന എന്താണ്? ക്രിസ്മസ് എക്സാമാണ്. അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിന് ഇനി ഒരിക്കലും മാർക്ക് കുറയാത്ത രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ആ 3 റിയലൈസേഷനാണ്, 3 തിരിച്ചറിവുകളാണ് മിസ്സ് പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി ക്രിസ്മസ് എക്സാം എന്നല്ല, പബ്ലിക് എക്സാം വന്നാലും എൻ്റെ മക്കൾക്ക് ഒരിക്കലും മാർക്ക് കുറയില്ല. ഓക്കെ. ആൻഡ് അത് മാത്രമല്ല, മാർക്സിന് വേണ്ടി മാത്രമല്ലല്ലേ നമ്മൾ പഠിക്കുന്നത്, നമുക്ക് കുറേ കാര്യങ്ങൾ ഇനി നമ്മൾ മുന്നോട്ടേക്ക് പഠിക്കുമ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ. അപ്പം ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു? വെരി സിമ്പിൾ, നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ. പഠിക്കാത്തത് കാരണം മാർക്ക് കുറഞ്ഞു. അപ്പം മിസ്സ് നമ്മുടെ കുട്ടികളെല്ലാവരെയും 3 കാറ്റഗറി ആക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒന്നാമത്തെ കാറ്റഗറിയിലാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ് മിസ്സ് എനിക്ക് മാർക്ക് കുറഞ്ഞത് അല്ലേ. പഠിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്, അതിൽ നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല. രണ്ടാമത്തൊരു കാറ്റഗറി ഉണ്ട്, മിസ് നന്നായിട്ട് പഠിച്ചു പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലേ. നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു, പക്ഷെ എന്നിട്ടും എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് എനിക്ക് ഒന്നും ഓർമ്മ വന്നില്ല, എനിക്ക് കരച്ചിലൊക്കെ വന്നു എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഉള്ള മക്കളുണ്ടാവും അല്ലേ. ശരിക്കും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നല്ലപോലെ പഠിച്ചിട്ട് നമുക്കത് ഓർമ്മ കിട്ടാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാവും അല്ലേ. നിങ്ങൾ ഈ രണ്ടാമത്തെ കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അതും ഒരു സങ്കടമുള്ളൊരവസ്ഥയാണ്. മിസ് എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് എഴുതേണ്ടതെന്ന് മനസ്സിലായില്ല, എന്താണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ആൻസർ കീ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇതായിരുന്നോ, ഇതെനിക്ക് അറിയുമായിരുന്നല്ലോ എന്ന് മനസ്സിലായത്. ഇപ്പം നമ്മുടെ SSLC എക്സാമിൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ SSLCയിൽ ബയോളജിക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്താണ് ചോദിച്ചത്. അപ്പോൾ അതിൽ കുറേ മക്കൾ പറഞ്ഞു, മിസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ വിചാരിച്ചു ടഫായിരുന്നു എന്ന്, പക്ഷേ ആൻസർ കീ കണ്ടപ്പോഴാണ് ഓ ഇതെനിക്ക് അറിയുന്നതാണല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ല അല്ലേ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഇനിയുള്ള ക്രിസ്മസ് എക്സാമിന് നമുക്ക് നികത്താൻ പറ്റുക എന്നുള്ള കാര്യം കൂടി മിസ് പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പം 3 കാറ്റഗറിയിലായിട്ട് നിൽക്കുന്നുണ്ടാവും. ഒന്നാമത്തെ കാറ്റഗറി പഠിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. രണ്ടാമത്തെ കാറ്റഗറി എന്തുകൊണ്ടാണ് എനിക്ക് ഓർമ്മ കിട്ടാത്തത്. മൂന്നാമത്തത് നമുക്ക് എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകാതെ ആയത് അല്ലേ. അപ്പോൾ ഇത് നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പഠിക്കാത്ത ആൾക്കാരെങ്കിൽ ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒന്നും ശരിയാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിനി പഠിച്ചാലേ ശരിയാവുള്ളൂ. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറി മക്കളെ അവസാന നിമിഷം പഠിച്ചതുകൊണ്ടാണ് നമുക്ക് ഓർമ്മ കിട്ടാതെ ആയത്. നിങ്ങൾ മിസ്സിനോട് യോജിക്കുന്നുണ്ടോ അല്ലേ? നമ്മൾ അവസാന നിമിഷം ഉള്ള നമ്മുടെ യൂട്യൂബിലുള്ള ലൈവ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാകും, കുറേ പ്രഡിക്ഷൻ ലൈവുകൾ കണ്ടിട്ടുണ്ടാകും, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയവരുണ്ടാകും അല്ലേ. അതായത് ഒരു ബൈ ഹാർട്ട് ലേണിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാകും. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരു വെപ്രാളത്തിലായിരിക്കും അല്ലേ, എങ്ങനെ എഴുതും, അങ്ങനെ എഴുതും, എങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും, ഏത് ക്വസ്റ്റ്യൻ വരും. ആ ഓട്ടപ്പാച്ചിലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കുറേ കണ്ടിട്ടുണ്ടാവും, കുറേ ബൈ ഹാർട്ടും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത് ലാസ്റ്റ് മിനിറ്റിൽ ഇരുന്ന് എല്ലാം കൂടെ കയറ്റുമ്പം നമ്മളുടെ ബ്രെയിനിൽ ഇതൊന്നും തന്നെ രജിസ്റ്റർ ആയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഓർമ്മ വരിക?
ആകെ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് സങ്കടം, ദൈവമേ ഇത് ഞാൻ ഇന്നലെ പഠിച്ചതാണല്ലോ, എന്നിട്ട് എന്താണ് ഓർമ്മ കിട്ടാത്തത് അല്ലേ? ഇനി മൂന്നാമത്തെ കാറ്റഗറി, എന്തുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവാത്തത്? മക്കളെ, നമ്മളിങ്ങനെ കുറേ പഠിച്ച് ഇരുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. അത് നിങ്ങൾക്കൊരു മുൻ വർഷങ്ങളിൽ ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ, 5-6 മുൻ വർഷങ്ങളിലെ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം പാറ്റേൺസ്, ഇപ്പോൾ ഒരു 1 to 10 വരെയുള്ള, അല്ലെങ്കിൽ 1 to 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് ഈ രീതിയിലാണ് ചോദിക്കുക. ഒരു നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തരും, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് വരെ തരും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ തരും, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു 4 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ല. അതൊക്കെ ചില ഏരിയാസ് അതേപോലെ തന്നെ അത്ര മാർക്സിന് തന്നെ ചോദിക്കുന്ന ഒത്തിരി ഏരിയ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. റെഡി? അപ്പം നമ്മൾക്ക് ഈ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞതുകൊണ്ടാണ് അല്ലേ? ഇത് ലേറ്റായിട്ട് നിങ്ങൾ തിരിച്ചറിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ എത്രയോ നേരത്തെ അത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒന്നും പഠിക്കാണ്ട് പോയി അവസാനം നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ അന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ അന്നാണ് നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നതെങ്കിലോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഫുൾ വേസ്റ്റ്. നമ്മൾ ആ ഒരു ഇയർ കംപ്ലീറ്റ് വേസ്റ്റ് ആവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നേരത്തെ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായത് നല്ലതാണ് അല്ലേ? അപ്പോൾ നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കുക. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ഇനിയും നിങ്ങൾ തിരുത്താതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യം കുറച്ചധികം അപകടത്തിലാകും. അപ്പോൾ കാരണം എന്താ? ഇനി ക്രിസ്മസ് എക്സാമാണ് വരാൻ പോകുന്നത്, ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ ഓണം എക്സാമിന് പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ അതും കൂടെ നമുക്ക് കുറച്ചൊരു പോർഷനിൽ ചോദിക്കും. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, യൂസ് ഇപ്പം മനസ്സിലായി, പക്ഷേ എനിക്ക് പേടിയാകുന്നു, ഇനി ആകെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അത് ശരിയാണ് അല്ലേ? ഇന്നിപ്പോൾ എന്തായി? നമ്മുടെ സെപ്റ്റംബർ മാസം അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഒക്ടോബർ, നവംബർ 2 മാസം, 60 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമുക്കൊരു ഡിസംബർ 10 to 12 കൂടി നമ്മുടെ ക്രിസ്മസ് എക്സാം തുടങ്ങുമ്പോൾ ഒരു 10 ദിവസമുണ്ട്. എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചൊരു 70 ദിവസം ഉണ്ടാവെങ്കിലും ആ ലാസ്റ്റ് ഡിസംബറിൽ 10 days നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം നമുക്ക് റിവിഷൻ ചെയ്യണം. അപ്പോൾ നോക്കിയാൽ എൻ്റെ മക്കളുടെ കയ്യിൽ ഇനി 2 മാസമാണ് സമയമുള്ളത്. ഈ 2 മാസം കൊണ്ട് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എനിക്ക് പഠിക്കാൻ പറ്റുമോ? മക്കളെ, തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. സോ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ ഒന്ന് വിശ്വസിക്കുക. ഇതിലും നിങ്ങളെ കൊണ്ട് പറ്റും. അതെങ്ങനെ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ നോക്കണം. അതായത് നമ്മൾ നോക്കുക, നമ്മൾക്ക് ഇത്രയും ദിവസങ്ങളുണ്ട്. നിങ്ങളുടെ ഈ 2 മാസം നിങ്ങളൊന്ന് നോക്കുക. അവിടെ നിങ്ങൾക്ക് എത്ര ദിവസങ്ങൾ ലീവ് വരുന്നുണ്ട്, എത്ര ദിവസങ്ങൾ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ സ്കൂളിൽ പോകുന്ന എത്ര ദിവസങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റാനുള്ള സമയമുണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ. then നിങ്ങൾക്ക് ലീവ് ഡേയ്സ് എത്ര വരുന്നുണ്ട് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ? അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് എത്ര അവേഴ്സ് പഠിക്കാൻ വേണ്ടി കിട്ടും, ആൻഡ് ലീവ് ഡേയ്സിൽ നിങ്ങൾക്ക് എത്ര അവേഴ്സ് പഠിക്കാൻ പറ്റും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കിനി ക്രിസ്മസ് എക്സാമിന് അടുത്തതായിട്ട് നമ്മൾ എന്താ നോക്കേണ്ടത്? ക്രിസ്മസ് എക്സാമിന് ടോട്ടൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. റെഡി? ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെയുള്ള മക്കൾക്കാണെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാവും അല്ലേ? ആ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. ഓക്കെ? അങ്ങനെ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ? ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടെന്ന് കരുതാം. ആ ടൈം ടേബിളിൻ്റെ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. നമ്മൾ ക്രിസ്മസ് എക്സാമിന് മുൻപ്, അതായത് ഡിസംബറിന് മുൻപ് തന്നെ നമ്മൾ റിവിഷനും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടാകും, ഉറപ്പ്. റെഡി? ഇനി നിങ്ങൾക്ക് ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ട് എന്ന് കരുതാം. അതിൻ്റെ കൂടെ നിങ്ങൾ പോയിട്ടില്ല എന്ന് കരുതാം. എന്ത് ചെയ്യും? നമുക്ക് ഇപ്പോൾ നമ്മൾ ടൈം ടേബിളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് 4ാമത്തെ ചാപ്റ്ററാണെന്ന് കരുതുക. ഒരു എക്സാമ്പിൾ പറയുകയാണേ. അപ്പോൾ നമുക്ക് കരുതാം 4ാമത്തെ ചാപ്റ്ററാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണെങ്കിലോ ഇപ്പോഴും 3ാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ 3 മുതൽ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടെന്ന് കരുതാം. 1, 2 ഓണം എക്സാമിന് കഴിഞ്ഞു അങ്ങനെ കരുതാം. ഓക്കെ? സോ ഇതിവിടെ വരയ്ക്കാം. 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റേഴ്സ്, ഇത് എക്സാമ്പിളാണ്, ഓണം എക്സാമിന് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3, 4, 5 ആണെന്ന് കരുതാം. ഓക്കെ? ഇതാണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത്. ഇപ്പോൾ ടൈം ടേബിൾ പ്രകാരം നമ്മൾ 4ാമത്തെ
ചാപ്റ്ററാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിനി തുടങ്ങുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇനി 3ാമത്തെ ചാപ്റ്ററല്ലേ തുടങ്ങേണ്ടത്. അപ്പം ഞാൻ എങ്ങനെ പഠിക്കും മിസ്? ഇതല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമ്മുടെ ബാച്ചിൽ തന്നെ, ബാച്ചിലാണെങ്കിൽ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും? 1 ഷോട്ട് ലൈവുകൾ ഉണ്ടാകും. ബാച്ചിൽ തന്നെ അവൈലബിൾ ആണ്. ഈ 1 ഷോട്ട് ലൈവുകൾ കാണും. എന്നിട്ട് ആ ചാപ്റ്റർ പെട്ടെന്ന് തീർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടൈം ടേബിളിൻ്റെ കൂടെ പോവുക. റെഡി? അങ്ങനെ ടൈം ടേബിളിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇത്രയും നേരം പഠിക്കാതെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. ഇപ്പോൾ ഇങ്ങനെ ബാച്ചിലാണെങ്കിൽ നിങ്ങൾ 1 ഷോട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില കോൺസെപ്റ്റ് അല്ലേ, അത് നമ്മൾ ഒരു ചാപ്റ്റർ കുറച്ച് സമയത്തിനുള്ളിൽ തീർക്കുകയാണ്. അപ്പോൾ ചില കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ലേണിംഗ് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഏതാണോ മനസ്സിലാവാത്ത കോൺസെപ്റ്റ് അത് മാത്രം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ തീരും. ഓക്കെ. അപ്പോൾ ബസ് യൂട്യൂബിൽ മാത്രം ക്ലാസ് കാണുന്നത് ഞങ്ങൾ എന്താക്കും? മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്താണ് 1 ഷോട്ട് അവൈലബിൾ ആണല്ലേ, ആ 1 ഷോട്ട് ക്ലാസ്സുകൾ കണ്ടിട്ട് ആ ചാപ്റ്റർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ 1 ഷോട്ട് കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ച് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്റർ തീർക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ എൻ്റെ മക്കൾ പ്രാക്ടീസ് ചെയ്യാം. വൺസ് നിങ്ങളുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ നോക്കിയില്ല, ഒരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഇനി നമുക്ക് ആ മിസ്റ്റേക്ക് വരാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു, ഫുൾ സെറ്റാക്കുന്നു. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇത്രയാണ് മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്. പഠിക്കാത്ത മക്കളാണെങ്കിൽ പഠിച്ച് തുടങ്ങുക. ഇനി ഓർമ്മ കിട്ടാത്തത് ലാസ്റ്റ് മിനിറ്റ് പഠിച്ചതുകൊണ്ടാണ് ഇപ്പോഴേ തന്നെ കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി നമുക്ക് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ല? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ അതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എൻ്റെ കുട്ടികളെല്ലാം നല്ല അടിപൊളി മക്കളാണ്, നല്ല ഓർമ്മശക്തിയുള്ള മക്കളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നമുക്ക് മനസ്സിലാവും. ബൈ ഹാർട്ട് ലേണിങ്ങിലേക്ക് പോകരുത്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മുടെ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മിസ് പറഞ്ഞില്ലേ, ടോപ്പിക് വൈസ് ലേണിംഗ് വീഡിയോസ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ 1 ഷോട്ട് ആണെങ്കിൽ അതും ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു സെറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇനിയിപ്പോൾ മനസ്സിലാവാത്ത ആ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാലും മതിയാകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്ക്ഷീറ്റും നമ്മൾ എക്സാം ചില മക്കൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ എക്സാം ടെൻഷനാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിച്ചതെല്ലാം ബ്ലാങ്ക് ആയി പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒത്തിരി എക്സാംസ് നമ്മളിങ്ങനെ ചെയ്ത് ആ ഒരു എക്സാം ഫിയർ മാറ്റിയെടുക്കുക. അതിനാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഒത്തിരി ടെസ്റ്റുകളും കാര്യങ്ങളും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എൻ്റെ മക്കൾക്ക് നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഫീസും കുറവാണ്. ഓക്കെ. നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതല്ല യൂട്യൂബിലൂടെയാണ് നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടെങ്കിലും യൂട്യൂബ് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക. പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാവും. റെഡി? അപ്പോൾ ഈ കഴിഞ്ഞതൊക്കെ എൻ്റെ മക്കൾ മറക്കുക. ഇനിയുള്ളത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.